ഇപ്പോൾ നമുക്കൊരു അത്യന്തം ദുഃഖകരമായ വാർത്തയിലൂടെ ലോകം കടന്നുപോയിരിക്കുന്നു. ഗസയിലെ ജനങ്ങൾ തനിക്ക് കരുതലും സുരക്ഷയും ലഭിക്കാൻ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും അവർക്ക് അതിൻ്റെ പകരം കഷ്ടപ്പാടുകളും അവശേഷിക്കുന്ന ഓരോ സെക്കൻഡിൽ മതി എന്ന് പറയുന്നത് പോലെ സംരക്ഷണമില്ലാത്ത ഒരു ജീവിതം തന്നെ. ഇത് ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. എന്നാൽ വേറെ ചിലരത് ദുഃഖവും ദുർബലതയും ഉപേക്ഷിച്ച് തെറ്റായ നിലപാടുകൾ എടുത്തു വാദിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് മറുനാടൻ ഷാജൻ. അദ്ദേഹം വെറും ഒരു വക്താവല്ല, ഒരു വമ്പൻ സ്വാധീനമുള്ള ഒരു കാഴ്ചക്കാരൻ. എന്നാൽ അവൻ്റെ വാക്കുകൾ അവകാശങ്ങളുടെ അവഗണനയുടെയും മനുഷ്യാവകാശങ്ങൾക്കായുള്ള ബഹുമാനത്തിൻ്റെ അഭാവത്തിൻ്റെയും ചിഹ്നമാണ്. ഗസയിലെ ജനങ്ങൾക്കെതിരെ എങ്ങനെ അവൻ്റെ വാക്കുകൾ ഉപയോഗിച്ച് അന്യായം പ്രചരിപ്പിക്കാൻ കഴിയും? ഇസ്ലാമിക് ഭീകരത, ആക്രമണം, ഭീകരശക്തികൾ ഇവയെല്ലാം ഒരു പരസ്പരം കൊണ്ടുപോകുന്ന മനുഷ്യരെ മനസ്സിലാക്കാതെയോ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കുകളാണ്. ശരിക്കും ഗസയിൽ പോരാടുന്നവർ ആരെന്ന് അവൻ അവഗണിക്കുന്നുവല്ലോ. അവർ മാത്രമല്ല, അവിടെ നിന്നുള്ള നിരവധിയായ ഇന്നസെൻറ്റ്സ്, കുടുംബങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ. അവർക്കൊരു ശാന്തമായ ജീവിതം അവകാശം നാം മറക്കരുത്. അധികാരത്തിൻ്റെ താൽപ്പര്യങ്ങൾ മറയിലൂടെ മറച്ചുവയ്ക്കാനായി വ്യക്തികളുടെ ദുഃഖം അപ്രത്യക്ഷമാക്കുകയും ലോകത്തിന് ഇത് ശാന്തിയുടെ പോരാട്ടം എന്ന് പറയുകയും ചെയ്യുന്നത് എന്താണ് അത്? അതൊരു പക്ഷേ ലോകത്തിൻ്റെ മനുഷ്യാവകാശങ്ങളുടെ നിരാകരണം മാത്രമാണ്. മറുനാടൻ ഷാജൻ്റെ വാക്കുകൾ നമ്മളെ കുഴപ്പത്തിലാക്കുന്നതാണ്. അവൻ ഗസയിലെ കഷ്ടപ്പാടുകൾക്ക് ഭീകരത എന്നൊരു പേരിടുന്നു. പക്ഷേ അവിടെ ഉള്ളവർക്ക് അവരുടെ ജീവിതം സംരക്ഷിക്കാൻ ഹിസാബ് മാത്രമല്ല, അവർക്ക് അവരുടെ സ്വാതന്ത്ര്യവും ഹിന്ദയവുമുള്ള അവകാശമാണ്. ഇസ്ലാമിക് ഭീകരതയുടെ പേരിൽ ഒരു ജനതയുടെ അവകാശങ്ങൾ ഒറ്റത്തവണ തകരാറിലാക്കലും അവരുടെ പകരം ഒരിടത്തോളം കെട്ടിവച്ച വ്യവസ്ഥകൾ പ്രചരിപ്പിക്കൽ നമ്മെ എങ്ങനെ നയിക്കും? നമുക്ക് ഈ നീതി അഭിമുഖീകരിക്കാൻ ഒത്തുചേർന്ന് നിലകൊള്ളണമെന്ന ആവശ്യകത ഓരോ മനുഷ്യനും ബോധ്യമായിരിക്കണം. ഞങ്ങൾ മനുഷ്യാവകാശങ്ങൾ, സമാധാനം, നീതി, പൗരസ്വാതന്ത്ര്യം എന്നിവയെ സംരക്ഷിക്കുന്നവരാണ്. മറുനാടൻ ഷാജൻ പോലുള്ളവരുടെ വാദങ്ങൾ അതിൻ്റെ മുഖം തോന്നുന്ന പാതിരാജ്യങ്ങൾ, ദുരിതവും അന്യായവും മനുഷ്യൻ്റെ ആദർശങ്ങൾക്ക് എതിരായ ദുശാസനങ്ങളാണ്. നാം തീർച്ചയായും അത്ര നീതിയിലും തർക്കമില്ലാതെ വാഗ്വേദി പൊട്ടിച്ചുപോയി മക്കളുടെയും നമ്മുടെ സമൂഹത്തിൻ്റെ ദുഃഖത്തിനായി, സമാധാനത്തിനായി, അവകാശങ്ങൾക്കായി നിലകൊള്ളാം. ഇത് മാർഗരേഖ, അറിവുകളും അനുഭവങ്ങളും ഉത്തരം കൊണ്ടുള്ള ഒരു ശക്തമായ പ്രതികരണം തന്നെയാണ്. പ്രത്യേകിച്ച് മറുനാടൻ ഷാജൻ്റെ തെറ്റായ അഭിപ്രായങ്ങൾക്ക്.